നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഒന്നും രണ്ടുമല്ല, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന 23 പേരെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഭീകരരായി പ്രഖ്യാപിച്ചത്. ഇതിലേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, പട്ടികയിലുള്ളവരിൽ 6 പേർ നിലവിൽ പാകിസ്ഥാനിലോ പാക് അധീന കശ്മീരിലോ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരാണ് എന്നതാണ്. UAPA നിയമത്തിലെ 4ാം ഷെഡ്യൂൾ പ്രകാരമാണ് ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നടപടിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള നുഴഞ്ഞുകയറ്റം, റിക്രൂട്ട്മെന്റ്, ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, ആക്രമണ ആസൂത്രണം എന്നിവയിൽ ഏർപ്പെട്ടതിനാണ് ഇത്രയധികം പേരെയും ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ലഷ്കർ-ഇ-തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, ജെയ്ഷെ മുഹമ്മദ് തൽവൻ, മൗലാന മസൂദ് അസർ എന്നിവരുടെ അടുത്ത കൂട്ടാളികൾ, മുതിർന്ന നേതാക്കൾ, ലോഞ്ചിങ് കമാൻഡർമാർ, സാമ്പത്തിക കോർഡിനേറ്റർമാർ എന്നിവരടങ്ങുന്ന ശക്തമായ ഭീകര ശൃംഖലയെ തകർക്കുകയാണ് ഈ നടപടിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭീകരരായി പ്രഖ്യാപിക്കപ്പെട്ടവരിൽ പ്രധാനി ഡോക്ടർ അബ്ദുൽ മന്നാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാക് സ്വദേശിയും ജെയ്ഷെ ഭീകരനുമായ മുഹമ്മദ് മുസാദിഖാണ്. അയോധ്യ ക്ഷേത്രം, നാഗ്പൂരിലെ RSS ആസ്ഥാനം, പാനിപ്പത്തിലെ IOCL റിഫൈനറി എന്നിവിടങ്ങളിൽ നിരീക്ഷണം നടത്തുന്നതിൽ ഇയാൾ പങ്കുവഹിച്ചിരുന്നു. തുരങ്കങ്ങൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുന്ന ഇയാൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നതിലും സജീവമായിരുന്നു. മസൂദ് അസറിന്റെ അടുത്ത കൂട്ടാളിയായ മസൂദ് ഇല്യാസ് കശ്മീരിയാണ് പട്ടികയിലെ മറ്റൊരാൾ. യുവാക്കളെ സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട് ചെയ്യുന്ന ഇയാൾ 2022 ഏപ്രിലിൽ ജമ്മുവിലെ സുഞ്ച്വാനിലുള്ള PDP ഓഫീസിന് സമീപമുള്ള പോലീസ് ചെക്ക് പോസ്റ്റിന് നേരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ പാക് അധീന കശ്മീരിലെ സൈനിക വിഭാഗത്തിന്റെ തലവനായ മുഫ്തി മുഹമ്മദ് അസ്ഗർ ഖാൻ നഗ്രോട്ടയിലെ ഇന്ത്യൻ ആർമി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഈ ആക്രമണത്തിനായി ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ സൗകര്യമൊരുക്കിയത് കാരി ജറാർ എന്ന ഹാഫിസ് അബ്ദുൾ ഷക്കൂറാണ്. 1995-96 കാലഘട്ടത്തിൽ അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഇയാൾ ജെയ്ഷയുടെ ഉന്നത സമിതിയായ ഷൂറയിൽ അംഗമാണ്. നിലവിൽ അതിർത്തിക്കപ്പുറം കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരായ ഭീകരരിൽ ലഷ്കറുമായി ബന്ധമുള്ള ഫിർദൌസ് അഹമ്മദ് ഭട്ടും ഉൾപ്പെടുന്നു. 2018 വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് കടന്ന ഇയാൾ തെക്കൻ കശ്മീരിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ലഷ്കർ, TRF സംഘടനകളുമായി ബന്ധമുള്ള ബിലാൽ അഹമ്മദ് മീർ മുസാഫറാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കശ്മീരിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നും കടന്ന ശൃംഖല നിയന്ത്രിക്കുന്ന ആബിദ് ഖയ്യൂം ലോൺ, ദോഡ സ്വദേശിയായ നസീർ അഹമ്മദ് ഗുജറും എന്നിവരും പട്ടികയിലുണ്ട്. ലഷ്കറുമായി ബന്ധമുള്ള ഇന്ത്യൻ പൗരനായ ഹാറൂൺ റഷീദ് ഖനായി, ഇന്ത്യൻ പൗരനായ ഒവൈസ് ഫാറൂഖ് എന്നിവരും പട്ടികയിലുണ്ട്. ഒവൈസിനെതിരെ പുൽവാമയിലെ NIA കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പാക് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഇന്ത്യയിലേക്ക് കടന്ന് പിടിയിലാവുകയും പിന്നീട് നാട് കടത്തപ്പെടുകയും ചെയ്ത ഗുലാം ഫരീദും ഈ പട്ടികയിലുണ്ട്. അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കറിന്റെ മുതിർന്ന നേതാവ് അബ്ദുൾ റൌഫും പട്ടികയിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഫണ്ട് സമാഹരിക്കുന്നതിൽ ഇയാൾ പേരുകെട്ട വ്യക്തിയാണ്. പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിന് നേരെ നടന്ന ആക്രമണ സമയത്ത് ഭീകരരുമായി തത്സമയം ബന്ധപ്പെട്ടിരുന്ന മൗലാന ഇംദാദ് ഉൾ മക്കി, പത്താൻകോട്ട് ആക്രമണത്തിന് ഉപയോഗിച്ച പാക് മൊബൈൽ നമ്പറുകളുടെ വരിക്കാരനായ അഷ്ഫാദ് അഹമ്മദ് എന്നിവരും ഈ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടുന്നു. ഹാഫിസ് സയ്യിദിന്റെ മരുമകനും 2016 പാമ്പൂർ ആക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഫിസ് ഖാലിദ് വലീദ്, പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മൗലാന സൈഫുള്ള ഖാലിദ്, ലഷ്കർ കമാൻഡർ മുഹമ്മദ് യാക്കൂബ്, മൗലാന യൂസഫ് തൈബി, കാരി യാക്കൂബ് ഷെയ്ഖ്, റാണ ഇഫ്തിഖർ, കോട്ട്ലി മേഖലയുടെ ചുമതലയുള്ള വസീം നൂർജാട്ട് എന്നിവരും കേന്ദ്രത്തിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ പൗരനായിരുന്ന നിലവിൽ റാവൽപിണ്ടിയിൽ കഴിയുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസലിന് ലഷ്കർ, അൽ-ഖ്വയ്ദ, ISIS എന്നീ സംഘടനകളുമായും ബന്ധമുണ്ട്. 2012 ബംഗളൂരു ലഷ്കർ ഗൂഢാലോചന കേസ്, 2013 നന്ദേഡ് കേസ്, 2024 രാമേശ്വരം കഫേ സ്ഫോടന കേസ്, മംഗളൂരു കുക്കർ സ്ഫോടനം, അൽ-ഹിന്ദ് ISIS മൊഡ്യൂൾ കേസ് എന്നിവയുടെ എല്ലാം പ്രധാന ഓൺലൈൻ ഹാൻഡലർ ഇയാളാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയും തീവ്രവാദ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച് യുവാക്കളെ ആകർഷിക്കുന്നതിൽ ഇയാൾ മുൻപന്തിയിലാണ്.